ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് വേളാങ്കണ്ണി ആരോഗ്യമാതാ ദേവാലയം. അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹൈന്ദവ സഹോദരങ്ങൾ ഒക്കെ അടക്കം ആയിരക്കണക്കിന് ആൾക്കാർ ദിനം പ്രതി അവിടെ വന്നു പോകുന്നു, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു. അനേകർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത നാളിൽ വേളാങ്കണ്ണിയിലെ ദേവാലയ അധികൃതർ അവർ ഒരു കാര്യം പറഞ്ഞു. ഇനി മുതൽ ഇവിടെ വരുന്നവർ ക്രിസ്തുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരിക. ഇവിടെ കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന ചില ദുരാചാരങ്ങൾ ഇവിടെ നിർത്തലാക്കുകയാണ്. എന്തായിരുന്നു ആ ദുരാചാരങ്ങൾ? അതായത് അവിടെ ചെല്ലുന്നവർക്ക് ചില നേർച്ചകളുമായിട്ട് ചെല്ലുകയാണ്. അവിടെ ചില ഗേറ്റുകൾ കാണും, ഇരുമ്പിൻ്റെ. അതിൻ്റെ കമ്പികളിൽ ഒരു താഴ് പൂട്ടിയിട്ടച്ച് ആ താക്കോലെടുത്ത് കടലിൽ എറിഞ്ഞാൽ വിചാരിക്കുന്ന എന്ത് കാര്യവും നടക്കും. ചില ശത്രുക്കളെയൊക്കെ പൂട്ടണമെങ്കിൽ വേളാങ്കണ്ണിയിലെ ഗേറ്റിൽ പോയി ഒരു താഴിട്ട് പൂട്ടിയാൽ മതിയത്രേ. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ രൂപത്തിൽ സാരി ഉടുപ്പിക്കുക, പിന്നെ തലമുണ്ടനം ചെയ്യുക, അങ്ങനെ പല വിധത്തിലുള്ള ആചാരങ്ങളല്ല, വാസ്തവത്തിൽ ദുരാചാരങ്ങൾ. അതൊക്കെ പള്ളിയിലെ പുതിയ ഭരണസമിതി അധികാരമേറ്റപ്പോൾ അവർ അത് നിർത്തലാക്കി. എത്ര നല്ല ഒരു കാര്യം! നമ്മുടെ ജനത്തെ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് അധികൃതർ എടുത്ത ആ നല്ല തീരുമാനത്തിന് ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ മനസ്സിലുയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. വേളാങ്കണ്ണിയിൽ ഇതുപോലെയുള്ള ദുരാചാരങ്ങൾ തമിഴ്നാട്ടിൽ നിർത്തലാക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതെല്ലാം നിർബാധം തുടരുകയാണ്. ഇപ്പോഴും പലയിടങ്ങളിലുമുള്ള ക്രൈസ്തവ വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, പുതിയ നിയമ സുവിശേഷത്തോട് ഒരു തരത്തിലും ചേർന്ന് പോകാത്ത പല ആചാരങ്ങളും പല ദുരാചാരങ്ങളും നമ്മുടെയൊക്കെ പല പള്ളികളിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. തുലാഭാരം, വാഴക്കൊല നേർച്ച, കോഴിയെ വെട്ട്, തൂക്ക് നേർച്ച, ഇങ്ങനെ എന്തെല്ലാം ആചാരങ്ങൾ. ചിലയിടത്ത് വലിയ കല്ലും ചുമന്നുകൊണ്ട് പള്ളിക്ക് ചുറ്റും നടക്കുക, തേക്കല പറിച്ച് തിന്നുക. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് കണ്ട് പ്രസാദിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുവിൽ വെളിപ്പെട്ട ദൈവം ഇങ്ങനെ മനുഷ്യൻ്റെ ഒരു തരത്തിലുമുള്ള ഏതെങ്കിലും പ്രവൃത്തികളിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ പ്രസാദിക്കുന്നതിനും അപ്പുറത്ത് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന ഒരു ദൈവത്തെയാണ് യേശുവിൽ നമ്മൾ കാണുന്നത്. യേശുവിൽ നമുക്ക് ദൈവത്തെ പിതാവേ, അപ്പ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അധികാരവും ഒക്കെ ലഭിച്ചവരാണ്. മക്കളുടെ സന്തോഷമാണ് ഒരു അപ്പൻ്റെ സന്തോഷമെന്ന് പറയുന്നത്. മക്കൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുന്നതാണ് അപ്പൻ്റെ ആഗ്രഹം. അതല്ലാതെ മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപ്പനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ റോങ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. വാസ്തവത്തിൽ മനുഷ്യൻ സന്തോഷത്തോടെ ഇരിക്കുക, അതിനുവേണ്ടി ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് വന്നു. മനുഷ്യരിൽ ദൈവം എന്തേ പ്രസാദിച്ചിരിക്കുന്നു. മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് ക്രൂശുമരണത്തിലൂടെ ഈ ദൈവം നമുക്ക് ഉറപ്പ് നൽകി. നമ്മുടെ നേർച്ച കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മുടെ നിരവധിയായിട്ടുള്ള ഭക്താഭ്യാസങ്ങളോ ഇതൊന്നും കണ്ട് പ്രസാദിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം അല്ല യേശുവിൽ വെളിപ്പെട്ട ദൈവം. മറിച്ച് സൗജന്യമായിട്ട്, തികച്ചും സൗജന്യമായിട്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്. ആ ക്രിസ്തുവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകുക എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ആ ബന്ധത്തിലാണ് ദൈവം നമുക്ക് ആവശ്യമുള്ള സകല നന്മകളും ചേർത്ത് വച്ചിരിക്കുന്നത് എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്കായി ഏൽപ്പിച്ച് തന്നവൻ
അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി തരാതിരിക്കുമോ? എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം, നമ്മുടെ അൽഫോൺസ തീർത്ഥാടന ദേവാലയം ഭരണങ്ങാനത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ നേടി പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നൊരു വിഷയം, വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് വൈദികൻ ബലിയർപ്പിക്കുന്ന തിരുമേശയ്ക്ക് തൊട്ട് മുമ്പിലാണ് അൽഫോൺസ അമ്മയുടെ ശവകുടീരമുള്ളത്. തീർത്ഥാടകരായിട്ട് വരുന്നവർ ഈ വിശുദ്ധ കുർബാനയെ അവർ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഈ കുടീരത്തിൽ വന്ന് തല കുമ്പിട്ട് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ച് ഒക്കെ മടങ്ങിപ്പോവുകയാണ്. ഇവിടെ ഈ വിശുദ്ധമായ ബലിയർപ്പണം നടക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കാൻ അവർക്കൊട്ട് നേരവുമില്ല. ഇവരിങ്ങനെ വന്ന് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസികളായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോവുകയാണ്. കൂടുതലായിട്ടും അവിടെ വരുന്ന ആൾക്കാരിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, ഗോവയിൽ നിന്നുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പോൾ അതിലുള്ള സ്ത്രീകളും മറ്റുമൊക്കെ പലപ്പോഴും അല്പവസ്ത്രധാരികളായിട്ടുള്ള അവരുടെ ഒരു കൾച്ചർ അതാണ്. അവരത് വരുന്നു, അവരിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ വന്ന് ഈ ശവകുടീരത്തിൽ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ നല്ല പങ്കും അവരുടെ ശ്രദ്ധ മുഴുവൻ ഇവരിലേക്ക് പോവുകയാണ്. ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരുടെയും ശ്രദ്ധ മാറാനുള്ള ഒരു സാധ്യത ഇല്ലാതില്ല. വാസ്തവത്തിൽ ആ ഏർപ്പാട്, ഈ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ ഈ ശവകുടീരത്തെങ്കിൽ വന്നുള്ള പ്രാർത്ഥന, അതൊന്ന് ഒഴിവാക്കിയെടുക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അധികാരികൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ അത് വളരെ അനുഗ്രഹപ്രദമായിരിക്കും. വിശുദ്ധ കുർബാനയോടുള്ള ആദരവും ഭക്തിയും ഒക്കെ കൂടാനായിട്ട് അത് കാരണമായി തീരുകയും ചെയ്യും. വേളാങ്കണ്ണിയിലെ ഈ ആചാരങ്ങളിൽ ചിലതൊക്കെ നിർത്തലാക്കിയ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഒന്ന് നിർത്തലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ മുട്ടയിൽ വലിഞ്ഞ് നീന്തിപ്പോകുന്ന ഒരു ആചാരമുണ്ട്. ഈ മണൽപ്പുറത്ത് കൂടെ മുട്ടയിൽ വലിഞ്ഞ് കുറേ ദൂരം അങ്ങനെ നടക്കുമ്പോൾ മുട്ടുപൊട്ടി ചോരയൊലിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ പ്രസാദിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് ഡന്തുവ വല്ല ഗോത്രവർഗ ദൈവമാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം. അപ്പോൾ ആ ഒരു ദുരാചാരം കൂടെ അവിടെ ഒന്ന് നിന്ന് പോയിരുന്നെങ്കിൽ എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിൻ്റെ സന്ദേശം, യേശുവിൽ വെളിപ്പെട്ട ആ ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ക്രിസ്തുവിൽ മൂർത്തീഭവിച്ചിരിക്കുന്നുവെന്ന പൗലോസ്ലീഹായുടെ ആ വചനത്തോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എല്ലാവർക്കും സുവിശേഷത്തിൻ്റെ വെളിച്ചം ലഭിക്കട്ടെ. യേശുവിൻ്റെ ആ സത്യസുവിശേഷം എല്ലാവരും അറിയുവാനായിട്ടിടയാകട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.